അപ്പോൾ ജസ്റ്റ് നൗ പ്രീവിയസ്ലി നമ്മൾ എന്ത് പറഞ്ഞു? ഇൻട്രൊഡക്ഷൻ ടു കമ്പനി അക്കൗണ്ട്സ് കംപ്ലീറ്റ് പറഞ്ഞു അല്ലേ? കമ്പനി അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വി ആർ ഇൻ ടു ദ അക്കൗണ്ടിങ് ആസ്പെക്ട്സ് ഓഫ് ദിസ് ചാപ്റ്റർ, അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ എ കമ്പനി, യു നോ വാട്ട് ഈസ് എ ഷെയർ, യു നോ വാട്ട് ഈസ് എ ഷെയർ ക്യാപിറ്റൽ, യു നോ വാട്ട് ഈസ് ഫേസ് വാല്യൂ, യു നോ വാട്ട് ഈസ് എ ഷെയർ ഹോൾഡർ, ടൈപ്സ് ഓഫ് ഷെയർസ്, ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ക്ലിയർ? ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് അക്കൗണ്ടിങ് ഫോർ ഷെയർ ഇഷ്യൂ. ഷെയർ ഇഷ്യൂവിൻ്റെ അക്കൗണ്ടിങ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സേ ഫോർ എക്സാമ്പിൾ 10,000 ഷെയർസ് ഉണ്ട്, ഫേസ് വാല്യൂ 10 ആണ്. അപ്പോൾ ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ വാട്ട് ഈസ് ഇഷ്യൂ ആക്ച്വലി? ഷെയർ ഇഷ്യൂ പറഞ്ഞാൽ എന്താ? ഷെയർ ഇഷ്യൂ മീൻസ് കളക്ടിങ് ദ ക്യാപിറ്റൽ. എന്താ ഈ ക്യാപിറ്റൽ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനിക്ക് വേണ്ട പൈസ കമ്പനീൻ്റെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുക? ഷെയർ ഇഷ്യൂ പറയാം. ഇപ്പോൾ യു ആർ ദ പബ്ലിക്, യു വാണ്ട് ടു ബി ദ ഷെയർ ഹോൾഡർ ഓഫ് മൈ കമ്പനി, സോ ഐ ആം കളക്ടിങ് മണി ഫ്രം യു ആൻഡ് ഗിവിങ് യു ഷെയർസ്. If I give you shares, you will become the shareholder. Shareholder means member of the company, owner of the company. You will have voting right, you will have dividend right. Okay, company is getting capital also. Company call this capital as share capital. Company capital എന്താ വിളിക്കുക? Share capital. മനസ്സിലാവുന്നുണ്ടോ? ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? എടാ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഷെയർ ഇഷ്യൂ. അപ്പോൾ ഷെയർ ഇഷ്യൂ ഈസ് എ പ്രോസസ്. ഷെയർ ഇഷ്യൂ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദ കമ്പനി കളക്ട് ദെയർ ക്യാപിറ്റൽ ആൻഡ് പബ്ലിക് ബിക്കംസ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സേ ഫോർ എക്സാമ്പിൾ വി ആർ വിത്ത് 10,000 ഷെയർസ്. 10,000 ഷെയർസാണ് നമുക്കുള്ളത്. ഫേസ് വാല്യൂ 10 ആണ്. വാട്ട് ഈസ് ദ ഫേസ് വാല്യൂ? ദ വാല്യൂ ഫിക്സ്ഡ് ബൈ എ കമ്പനി ഫോർ എവറി ഷെയർ ഈസ് കോൾഡ് ഫേസ് വാല്യൂ. ദിസ് ഈസ് ദ വാല്യൂ പ്രിൻറ്റഡ് ഓൺ ദ ഷെയർ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് എന്താ ബർത്ത് സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ എടാ ഇന്ന ആളുടെ മകനായിട്ട് ബൈ മിസ്റ്റേക്ക് നീയൊക്കെ അവിടെ ജനിച്ചുക്കണു എന്നുള്ളതിൻ്റെ എന്താ പറയുക തെളിവാണെന്ത്? ഷെയർ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്. അതിൽ ഡേറ്റ് ഉണ്ടാവും, നിങ്ങളെ പേരുണ്ടാവും, പാരൻസ് ഉണ്ടാവും, സ്ഥലം ഉണ്ടാവും, പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് എന്താ? ഇറ്റ് ഈസ് ദ പ്രൂഫ് ദാറ്റ് യു ഓൺ ദിസ് മച്ച് ഷെയർസ് ഓഫ് ദിസ് കമ്പനി അല്ലേ? അതെ, ഈ കമ്പനിയിൽ ഇന്ന കമ്പനിയിൽ ഇത്ര ഷെയറുകൾ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ എന്താ പറയുക പിന്നെ പ്രൂഫാണ് എന്ത്? പ്രൂഫാണ് എന്ത്? ഷെയർ സർട്ടിഫിക്കറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി 10,000 ഷെയർസ് എന്ത് ചെയ്യാണ്? പബ്ലിക്കിന് കൊടുക്കുകയാണ് 10 റുപ്പീൻ്റെ. അപ്പോൾ കമ്പനി 10,000 ഷെയർസ് പബ്ലിക്കിന് കൊടുക്കുമ്പോൾ കമ്പനിക്ക് എത്ര പൈസ കിട്ടും? 10 റുപ്പി വെച്ച് കിട്ടും. സോ ടോട്ടൽ ഹൗ മച്ച് മണി വിൽ ദ കമ്പനി ഗെറ്റ്? 10,000 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു എത്ര? 1 lakh. ഓക്കെ അല്ലേ? ഈ 1 lakh. സോ ഷെയർ ഇഷ്യൂ പറഞ്ഞാൽ കമ്പനി ഈസ് ഗിവിങ് ദം ഷെയർസ്, പബ്ലിക് ഈസ് ഗിവിങ് മണി. ഈ പൈസ തരുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയാം? ഷെയർ ഇഷ്യൂ പറയാം. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഷെയർ വാങ്ങുന്ന ഒരാൾ എത്ര രൂപ കൊടുക്കണ്ടേ? 10. ഈ 10 ലംസമായിട്ടല്ല കൊടുക്കുക, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുക. സാധാരണ 3 to 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഈ ഷെയറിൻ്റെ പൈസ പബ്ലിക് കമ്പനിയിലോട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെ നമ്മൾ പറയുന്നത് പബ്ലിക് കമ്പനീൻ്റെ കേസാട്ടോ നമ്മളിതെല്ലാം പറയുന്നത്. പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പബ്ലിക് കമ്പനീൻ്റെ കേസിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു പബ്ലിക് കമ്പനി സാധാരണ ഒരു പബ്ലിക് കമ്പനി എന്ത് ചെയ്യാണ്? സാധാരണ ഒരു പബ്ലിക് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താ ചെയ്യുക അറിയോ? ഇപ്പോൾ ഒരാൾക്ക് കല്യാണം കഴിക്കണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യുക? പെണ്ണ് നോക്കും. എങ്ങനെ നോക്കും? ബസ് സ്റ്റോപ്പ് കൂടി നടന്ന് നോക്കുമോ? That may be one strategy. What they do? They can approach in matrimony. മാട്രിമോണിയിൽ എന്താ ചെയ്യുക? നിങ്ങളെ ഫുൾ എഴുതി ഒട്ടിക്കും. ഈ പൊട്ടന് പെണ്ണ് വേണം, അല്ലെങ്കിൽ ഈ മണ്ടി ചെക്കനെ നോക്കുന്നുണ്ട്, ഇതാണ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എല്ലാവരും വന്ന് നോക്കും, ഇത് കൊള്ളാവോ. അപ്പോൾ നിങ്ങൾ ഡ്രസ്സൊക്കെ നോക്കില്ലേ മറ്റേ കടയിലൊക്കെ പോയിട്ട്? അതേപോലെ. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഷോ ഇൻട്രസ്റ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഷോ ഇൻട്രസ്റ്റ് കൊടുത്താൽ എൻ്റെ പ്രൊഫൈലിൽ കാണാൻ പറ്റും ഏതൊരു അലവലാതി വന്ന് ഷോ ഇൻട്രസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ നോക്കി അവനെടുത്ത് അല്ലെങ്കിൽ അവളെടുത്ത് നോക്കുമ്പോൾ അത് മറ്റൊരു അലവലാതി മാച്ചിങ്. അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ പിന്നെ നമ്പറുകൾ ഷെയർ ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ അങ്ങോട്ട് പോകുന്നു, പിന്നെ കാലുകൊണ്ട് ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്തു? ജ്യൂസ് കൊടുത്തിരുന്നു, മധുരം കൂടുന്നു, കുടിക്കുന്നു, പിന്നെ ആ പഞ്ചാരയിൽ എന്ത് ചെയ്യുന്നു? കല്യാണം നടക്കുന്നു. ഇതാണ് ഒരു പ്രോസസ്സ്. വേറെ പ്രോസസ്സ് ഉണ്ട്, ദാറ്റ് യു ആൾ നോ. അത് നിങ്ങൾക്ക് അറിയാം. ആ പ്രോസസ്സ് പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തതാണ്. നിങ്ങൾക്ക് അറിയാത്ത പ്രോസസ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, അറേഞ്ച് മാരേജ്. നിങ്ങൾക്ക് അറിയുന്ന മാരേജ് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ കേസ് എന്താ വെച്ചാൽ, നിങ്ങൾ കൊറോണ സമയത്തൊക്കെ എന്ത് ചെയ്തിരുന്നത്? 5ലോ? എത്ര ക്ലാസ്സിലായിരുന്നു നിങ്ങൾ? 8ലോ? ശരി. അപ്പോൾ അതെ ഈസ് ടെല്ലിങ് ദാറ്റ് ഒന്നെങ്കിൽ പ്രണയിക്കും അല്ലെങ്കിൽ ബ്രോക്കർ. ഓക്കെ. എല്ലാം അറിയാം കൊച്ചു കള്ളൻ. ഭരത് എല്ലാം പഠിച്ച്, പക്ഷെ ഫൗണ്ടേഷൻ പാസ്സാകാൻ മാത്രം പഠിച്ചില്ല. ഓക്കെ. യെസ്, ചന്തുവിനെ തോൽപ്പിക്കാൻ ആരുണ്ട് മക്കളെ? അപ്പോൾ ഇവിടെ നോക്ക്, എല്ലാം സെറ്റാവും. ഇവിടെ നോക്ക്, വരാല്ലേ വഴി തങ്ങൂല കേട്ടോ, ആ ദുരന്തം സംഭവിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് തറോലി. ഈ പ്രോസസ്സിൽ
നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ആദ്യം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്യുക, കമ്പനി വിൽ ഇൻവൈറ്റ് പബ്ലിക് അല്ലേ. പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി ചെയ്യുന്ന പരിപാടിയാണ് എന്താ അറിയോ, കമ്പനി വിൽ ഇഷ്യൂ പ്രോസ്പെക്ടസ്. എടാ വാട്ട് ഈസ് പ്രോസ്പെക്ടസ്? പ്രോസ്പെക്ടസ് ഈസ് ആൻ ഓഫർ ഓർ ഇൻവിറ്റേഷൻ ടു ഓഫർ. പുല്ല് ലോ മാത്രം എവിടേക്ക് ഇങ്ങനെ തട്ടിമുട്ടി പഠിച്ചത്, അക്കൗണ്ട്സിൽ ലോ വരുന്നു. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പ്രോസ്പെക്ടസ് ഈസ് ആൻ ഓഫർ ഓർ ഇൻവിറ്റേഷൻ ടു ഓഫർ. പ്രോസ്പെക്ടസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. ഇപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ എടാ പ്രോസ്പെക്ടസ് എന്താ വെച്ചാൽ, ലിസൺ, ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ കമ്പനി ഇറക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ്, ഒരു പരസ്യം പോലെ. ആ പ്രോസ്പെക്ടസിൽ കമ്പനി പറയും ഞങ്ങൾ 10,000 ഷെയർ ഇറക്കുന്നുണ്ട്, ഫേസ് വാല്യൂ ഇത്രയാണ്, ഞങ്ങൾ ഇന്ന കമ്പനിയാണ്, ഞങ്ങൾക്ക് ഇത്ര വർഷം ഞങ്ങൾക്ക് എന്തുണ്ട് ട്രാക്ക് റെക്കോർഡുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയെ പറ്റി തള്ളി മറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും. ആ ഡോക്യുമെൻ്റ് പറഞ്ഞ പ്രോസ്പെക്ടസ്. അപ്പോൾ ഈ അത് വായിച്ചു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലെ മാട്രിമോണിയിൽ ഒരു പ്രൊഫൈൽ വായിച്ചു കഴിഞ്ഞാൽ ഇവനെ കെട്ടണോ പൊട്ടണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അതേപോലെ ഈ ഷെയർ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു യൂസർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പ്രോസ്പെക്ടസിൻ്റെ പ്രത്യേകത. അണ്ടർസ്റ്റാൻഡിങ്? സോ പ്രോസ്പെക്ടസ് ഈസ് ആക്ച്വലി എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഷെയർ ഇഷ്യൂ. എടാ ഷെയർ ഇഷ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ് എന്താ, കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞാൽ എന്താ, ചെല്ലുക, ചെക്കന് വേണ്ടിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുക, ഗ്രീറ്റ് ചെയ്യുക, അത് ദാറ്റ്സ് നോട്ട് മാൻഡേറ്ററി. ബട്ട് ആസ് ഫാർ ആസ് യു ആർ കൺസേൺ വാട്ട് ഇസ് മാൻഡേറ്ററി, ഫുഡ് അടിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് കല്യാണത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഷെയർ ഇഷ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടല്ലോ, അത് നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയല്ലേ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ചോദിച്ചതാണ്, നിങ്ങളുടെ നാട്ടിൽ പിന്നെ എന്താണ്, ഫുഡ് കഴിക്കാതെ പോരല്ല, എങ്ങനെ പിന്നെ സമയം ഉണ്ടെങ്കിൽ കാണും അല്ലേ. യെസ്, പിന്നെ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടേ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിമൊക്കെ ഭയങ്കര തിരക്കാണെങ്കിൽ ഇനിയിപ്പോൾ കാണുമൊന്നും വേണ്ട അല്ലേ. പിന്നെ അറിയുന്നവരാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, എന്തൊരു ജാട, അവൻ തന്ന ഫ്രീ ഫുഡ് മൂക്കുമുട്ട ഫുഡ് അടിച്ചിട്ട് അവനൊന്ന് കയറി നീ വിഷ് ചെയ്തൊരു HML പറയാൻ പോലും സമയമല്ല. HML അറിയില്ലേ? എനിക്ക് MH അറിയില്ലേ? MH അറിയില്ല? യെസ്, ഡെലീസൺ കമോൺ, JK അറിയാം. ഓക്കെ, യെസ്, ഇവനതിനുള്ള പ്രായമായിട്ടില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ പ്രോസ്പെക്ടസ് എന്താ, ഒരു കമ്പനി ആദ്യം ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ പ്രോസ്പെക്ടസ് വായിച്ചിട്ട് എന്ത് ചെയ്യാം, ഒരാൾക്ക് തീരുമാനിക്കാം ഷെയർ ഇഷ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഒരാൾ തീരുമാനിച്ചു യെസ് ഈ കമ്പനീൻ്റെ ഷെയർ എനിക്ക് വാങ്ങണമെന്ന്. അപ്പോൾ കമ്പനി പറയുന്നത് ഈ ഷെയർ വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും നിങ്ങൾ എത്ര ഷെയർ ആണോ വാങ്ങുന്നത് അതിന്മേ ഓരോ ഷെയറും 2 രൂപ വെച്ചിട്ട് ഇന്ന ഡേറ്റിന് മുമ്പ് കമ്പനീൻ്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയും. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന പൈസനെ പറയുന്ന പേരാണ് എന്താ പറയുക, ഷെയർ അപ്ലിക്കേഷൻ മണി. എന്താ പറയുക, ഷെയർ അപ്ലിക്കേഷൻ മണി. അപ്പോൾ ഷെയർ ഇഷ്യൂവിൻ്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞാൽ ഷെയർ ഇഷ്യൂ നടക്കുന്നതിന് മുന്നേ കമ്പനി ആദ്യം എന്ത് ഇഷ്യൂ ചെയ്യും, പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസിൽ എന്ത് പറയും, കമ്പനിയെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. പ്രോസ്പെക്ടസ് വായിച്ചാൽ തന്നെ ഒരാൾക്ക് മനസ്സിലാവും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന്. പ്രോസ്പെക്ടസ് വായിച്ചാൽ തന്നെ അറിയാൻ പറ്റും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രോസ്പെക്ടസിൽ എന്തുണ്ടാവും, പ്രോസ്പെക്ടസിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ഈ കമ്പനിയിൽ ഷെയർ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് ഒരു ഷെയർ ഹോൾഡർക്ക് തീരുമാനം എടുക്കാനല്ല, എല്ലാ ഇൻപുട്സും ഈ പ്രോസ്പെക്ടസിൽ തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ പ്രോസ്പെക്ടസിൽ പറയും ഷെയർ വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവരും ഇന്ന ഡേറ്റിന് മുന്നേ കമ്പനീൻ്റെ ഇന്ന അക്കൗണ്ടിലോട്ട് പൈസ ഇടണമെന്ന് പറയും. അപ്പോൾ ഇവർ പൈസ ഇടും. ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതാണോ അതോ ഷെയർ ഹോൾഡേഴ്സ് പൈസ ഇടുന്നതാണോ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ? ആക്ച്വലി പൈസ ഇടുന്നതാണ്. എടാ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതല്ല അല്ലേ. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അക്കൗണ്ടിങ്ങിൽ വല്ലതും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ അവർ പൈസ ഇട്ട് കഴിഞ്ഞാലോ നമ്മുടെ ബാങ്കിൽ പൈസ വന്നു. എടാ നമ്മുടെ ബാങ്കിൽ പൈസ വന്നില്ലേ? യെസ്, ബാങ്കിൽ പൈസ വന്നു. അപ്പോൾ എന്താ നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുക പറഞ്ഞേ, ബാങ്ക് പറഞ്ഞ അസറ്റ് കൂടും. കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും പണ്ടിത്, ഒന്നുമില്ല, സിമ്പിൾ ലോജിക്കാണ്. ബാങ്ക് പറഞ്ഞ പൈസ കൂടും. ഇവരെന്തിനാണ് നമുക്ക് ഈ പൈസ തന്നെ, ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ അവർ നമുക്ക് പൈസ തന്നിട്ടുള്ളൂ, ഷെയർ നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ല. ഷെയർ ഇപ്പോൾ അവരെ കയ്യിൽ നിന്ന് അപ്ലിക്കേഷൻ വാങ്ങി വെച്ചിട്ടുള്ളൂ. ഷെയർ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് മുന്നേ അവർ അപ്ലിക്കേഷനൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് നമ്മളത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഷെയർ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ ഷെയർ കൊടുക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് അലോട്ട്മെൻറ്റ്. ഓക്കെ, അലോട്ട്മെൻറ്റ് ആയാലേ അവർ ഷെയർ ഹോൾഡർ ആവുള്ളൂ. അതുവരെ അവർ നമ്മൾ ആരല്ല, ഷെയർ ഹോൾഡർ അല്ല. അപ്പോൾ അതുവരെ അവർ തന്ന പൈസ അതുവരെ അവർ നമുക്ക് തന്ന പൈസ നമുക്ക് ഷെയർ ക്യാപിറ്റലായിട്ട് എടുക്കാനും പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അവരെ ഷെയർ ഹോൾഡറായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ആദ്യം അപ്ലിക്കേഷൻ മണി തന്നാൽ കമ്പനീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താ അറിയോ, ഇറ്റ്സ് ആൻ അസറ്റ് ആണോ ലാബിലിറ്റി ആണോ ക്യാപിറ്റലാണോ ഷെയർ അപ്ലിക്കേഷൻ മണി. എടാ വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ഷെയർ അപ്ലിക്കേഷൻ മണി പറഞ്ഞു നോക്കിയേ. ഷെയർ അപ്ലിക്കേഷൻ മണീൻ്റെ സ്റ്റാറ്റസ് എന്താ, ഷെയർ അപ്ലിക്കേഷൻ മണി ഈസ് എ ലാബിലിറ്റി. കാരണം ഒരു ഷെയർ ഹോൾഡർ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ നമുക്ക് തന്നത്.
അയാൾക്ക് നമ്മൾ ഷെയർ കൊടുത്തോ ഇല്ല, കൊടുക്കുന്നവരെ നമ്മുടെ എന്താണ് ലാബിലിറ്റിയാണ്. അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് പറയും ഷെയർ അപ്ലിക്കേഷൻ മണി എന്ന് പറയും. ഷെയർ അപ്ലിക്കേഷൻ മണി പറഞ്ഞാൽ ലാബിലിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് ഹൗ ദ ഫസ്റ്റ് എൻട്രി അറ്റ് ദ ടൈം ഓഫ് റെസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി ഈസ് ബാങ്ക് എന്ന അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്, ഷെയർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ്. ക്ലിയർ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ. നെക്സ്റ്റ് പ്രോസസ്സ് എന്താ? നെക്സ്റ്റ് പ്രോസസ്സ് എന്ത് ചെയ്യും? ഇവർ തന്ന അപ്ലിക്കേഷൻ, ഫിസിക്കൽ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് അപ്ലിക്കേഷൻ ഉണ്ടാവും, ഇവർ തന്ന അപ്ലിക്കേഷൻ മണി ഉണ്ടാവും. ഇത് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യും, ഇത് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കും? ഇവർക്ക് ഷെയർ കൊടുക്കാനോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനോ തീരുമാനിക്കും. അപ്പോൾ ഇവർക്ക് നമ്മൾ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരാരായി? ദേ ബിക്കെയിം ദ ഷെയർ ഹോൾഡർ. ഇങ്ങനെ ഈ ഷെയർ കൊടുക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ അറിയോ? ഷെയർ അലോട്ട്മെൻറ്റ്. എന്താ വിളിക്കുക? ഷെയർ അലോട്ട്മെൻറ്റ്. എടാ വാട്ട് വി കോൾ ഷെയർ അലോട്ട്മെൻറ്റ്. ഓക്കെ, ഷെയർ അലോട്ട്മെൻറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക വിളിക്കുക. വി കോൾ ദം ഷെയർ അലോട്ട്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഷെയർ അലോട്ട്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ വിളിക്കുക. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം എന്താ വിളിക്കുക? ദേ ബിക്കെയിം ദ ഷെയർ ഹോൾഡർ അല്ലേ? അവരാരായി? എടാ അവരാരായി? ഷെയർ ഹോൾഡറായി. ഷെയർ ഹോൾഡർ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ തന്ന ഷെയർ അപ്ലിക്കേഷൻ മണി ഇനി നമുക്ക് എന്തല്ല ഷെയർ അപ്ലിക്കേഷൻ മണി പറഞ്ഞാൽ ലാബിലിറ്റി അല്ല, മറിച്ച് അത് നമ്മുടെയൊക്കെ എങ്ങോട്ട് മാറ്റാം? ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റാം. എടാ ഇപ്പോൾ ഇവർ തന്ന പൈസ എന്തല്ല ഷെയർ അപ്ലിക്കേഷൻ മണി പറഞ്ഞാൽ ലാബിലിറ്റി അല്ല, മറിച്ച് നമുക്ക് അതിനെ എങ്ങോട്ട് മാറ്റാൻ പറ്റും? ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് ദിവസം നമ്മൾ എന്ത് ചെയ്യും? ഈ ഷെയർ അപ്ലിക്കേഷൻ മണിനെ നമ്മൾ എങ്ങോട്ട് മാറ്റും? ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റും. വാട്ട് ഈസ് ദ ജേണൽ എൻട്രി ടു ട്രാൻസ്ഫർ ഷെയർ അപ്ലിക്കേഷൻ മണി ടു ഷെയർ ക്യാപിറ്റൽ? ഷെയർ അപ്ലിക്കേഷൻ മണിനെ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി? ഷെയർ അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞ ലാബിലിറ്റി കുറയും അല്ലേ? ലാബിലിറ്റി കുറയും. എന്നിട്ട് അതിനെ എങ്ങോട്ട് മാറ്റുക? ക്യാപിറ്റലിലോട്ട് മാറ്റുക. അപ്പോൾ ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റുക. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ എന്തായിരിക്കും എൻട്രി? പറഞ്ഞു നോക്കിയേ, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇത് എന്നാ പാസ് ചെയ്യുക? അറ്റ് ദ ടൈം ഓഫ് റെസീറ്റ് ഓഫ് അപ്ലിക്കേഷൻ മണിയാണോ അതോ അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻ്റ് ആണോ? അലോട്ട്മെൻറ്റ് ആദ്യം നമ്മൾ ഷെയർ അപ്ലിക്കേഷൻ മണിനെ ലാബിലിറ്റി ആയിട്ട് എഴുതി വെച്ചു. കാരണം അവർ പൈസ എന്നപ്പോൾ നമ്മൾ അവർക്ക് എന്ത് കൊടുത്തിട്ടില്ല? ഷെയർ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഷെയർ അപ്ലിക്കേഷൻ മണി നമ്മൾ എങ്ങോട്ട് മാറ്റി? ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റി. എന്തുകൊണ്ട്? വി മേഡ് ദ അലോട്ട്മെൻറ്റ്. എന്നിട്ട് അലോട്ട്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഇവരെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇവരോട് നമ്മൾ എന്ത് തരാൻ പറയും? രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തരാൻ പറയും. ഈ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് എന്താ അറിയോ? ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഷെയർ അലോട്ട്മെൻറ്റ് നമ്മൾ വിളിക്കും. ഇതിന് പറയുന്നത് നമ്മൾ കോൾ ചെയ്യാന്ന് പറയും, ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് വിളിച്ചാൽ ഇവരെല്ലാവരും തരണം. കാരണം ഇപ്പോൾ അവരാരായി? ഷെയർ ഹോൾഡേഴ്സായി. ഷെയർ ഹോൾഡേഴ്സ് ആയി കഴിഞ്ഞാൽ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ചോദിച്ചാൽ അവർ തന്നിരിക്കണം. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് കോൾ ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി? പറഞ്ഞേ, ഷെയർ അലോട്ട്മെൻറ്റ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവരത് തരും. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് നമ്മൾ കോൾ ചെയ്താൽ നമുക്കത് കിട്ടാനുള്ള പൈസയായി. ഷെയർ അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടാനുള്ള പൈസയായി. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടാനുണ്ട് അല്ലേ? ഷെയർ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള പൈസ പറഞ്ഞാൽ ഏതാണ്? അസറ്റ് ആണോ ലാബിലിറ്റി ആണോ? അസറ്റ്. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള പൈസ കൂടി. ഇത് എങ്ങോട്ടാണ് വരിക? ഈ ഷെയർ അലോട്ട്മെൻറ്റ് ഷെയർ ക്യാപിറ്റലിലോട്ട്. അപ്പോൾ എൻട്രി വിൽ ബി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എൻട്രി വിൽ ബി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ അലോട്ട്മെൻറ്റ് പറഞ്ഞ പൈസ കിട്ടാണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റലോട്ട് വരും. എന്നിട്ട് നമുക്ക് ഷെയർ അലോട്ട്മെൻറ്റ് അവർ തന്നപ്പോൾ എന്താ എൻട്രി പറഞ്ഞേ? ബാങ്ക് പറഞ്ഞ അസറ്റ് പോയി. ഷെയർ അലോട്ട്മെൻറ്റ് കിട്ടാതെ എന്ത് ചെയ്തു? കിട്ടി. ഷെയർ അലോട്ട്മെൻറ്റ് കിട്ടാതെ കിട്ടി. ഓക്കെ അല്ലേ? ഷെയർ അലോട്ട്മെൻറ്റ് കിട്ടാതെ കിട്ടി. ഓക്കെ, അടുത്തത് അലോട്ട്മെൻറ്റിന് ശേഷം ഇവർ എന്ത് ഇൻസ്റ്റാൾമെൻറ്റ് കളക്ട് ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ കോൾസ് എന്നാണ് പറയാം. ഫസ്റ്റ് അപ്ലിക്കേഷൻ മണി പിന്നെ അലോട്ട്മെൻറ്റ് അത് സെയിമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ എന്ത് ഇൻസ്റ്റാൾമെൻറ്റ് കളക്ട് ചെയ്താലും അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? കോൾസ്. വാട്ട് വി കോൾ? കോൾസ്. അപ്പോൾ ആദ്യത്തെ കോൾ നമ്മൾ എന്ത് വിളിക്കും? ഫസ്റ്റ് കോൾ എന്ന് വിളിക്കും. പിന്നത്തെ കോൾ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡ് കോൾ. ഈ സെക്കൻഡ് കോൾ ലാസ്റ്റത്തെ കോൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് വിളിക്കും. ഇനി ഫസ്റ്റ് കോൾ മാത്രമേ ഉള്ളൂ, സെക്കൻഡ് കോൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഫസ്റ്റ് കോൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ വിളിക്കും. ഫസ്റ്റ് കോൾ ഇവരോട് അടക്കാൻ പറയും. അടക്കാൻ പറയുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഓരോരുത്തരും കൂടുതൽ തരണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് കോൾ വിളിക്കുമ്പോൾ എനിക്ക് ജേണൽ എൻട്രി പറഞ്ഞു നോക്കിയേ, ഫസ്റ്റ് കോൾ കിട്ടാനുണ്ട്. അത് എങ്ങോട്ട് വരേണ്ട പൈസയാണ്? ഷെയർ ക്യാപിറ്റലോട്ട്. അപ്പോൾ എൻട്രി പറഞ്ഞേ, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് കോൾ കിട്ടാനുണ്ട്. അപ്പോൾ കിട്ടാനുള്ള ഫസ്റ്റ് കോൾ എന്ന അസറ്റ് കൂടി. ഇത് ക്യാപിറ്റലോട്ട് വരേണ്ട പൈസയാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കൂടി. ഇനി ഫസ്റ്റ് കോൾ കിട്ടുമ്പോഴോ? ഫസ്റ്റ് കോൾ ആക്ച്വലി റിസീവ്ഡ്. അപ്പോൾ എന്താ എൻട്രി? ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് കൂടി, ഷെയർ ഫസ്റ്റ് കോൾ പറഞ്ഞ അസറ്റ് കുറഞ്ഞു അല്ലേ? എടാ ബാങ്ക് പറഞ്ഞ അസറ്റ് കൂടി, ഫസ്റ്റ് കോൾ പറഞ്ഞ അസറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. ഓക്കെ ആണോ? ഇനി ഫൈനൽ കോൾ വല്ലതും ഉണ്ടെങ്കിൽ ഫൈനൽ കോൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഇവിടെ ഫൈനൽ കോൾ കിട്ടാറുണ്ട്. അപ്പോൾ ഫൈനൽ കോൾ ഇവിടെ 1 ആണ്. ഫൈനൽ കോൾ ഉണ്ടാവുന്ന സമയത്ത് 1 × 10,000 എത്ര ഫൈനൽ കോൾ കിട്ടാനുണ്ട്. അപ്പോൾ കിട്ടാതെ ഫൈനൽ കോളിനെ ഷെയർ ഫൈനൽ കോളിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഷെയർ ഫൈനൽ കോളിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇത് എങ്ങോട്ട് വരേണ്ട പൈസയാണ്? ഷെയർ ക്യാപിറ്റലോട്ട്. അപ്പോൾ എൻട്രി എന്താ? ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇനി കിട്ടുന്ന സമയത്തോ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഇതാണ് ദർ ആർ 8 എൻട്രീസ് അല്ലേ? 8 എൻട്രീസ് ഉണ്ട്. അപ്ലിക്കേഷന് 2 എൻട്രി, അലോട്ട്മെൻറ്റ് 2 എൻട്രി, ഫസ്റ്റ് കോളിൻ്റെ 2 എൻട്രി, ഫൈനൽ കോളിൻ്റെ 2 എൻട്രി. ക്ലിയർ അല്ലേ? ഇതിൽ
അപ്ലിക്കേഷൻ എൻട്രിയും ബാക്കി 3 എൻട്രിയും വേറെയാണ്. അപ്ലിക്കേഷൻ എൻട്രി ഒരു പാറ്റേൺ ആണെങ്കിൽ ബാക്കി 3 എൻട്രിയും വേറൊരു പാറ്റേൺ ആണ്. ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് പാറ്റേൺ? ആൻസർ മൈ ക്വറി. പറയേ. അപ്ലിക്കേഷൻ ആദ്യം ബാങ്കിൽ വന്നു, എന്നിട്ടാണ് നമ്മൾ എങ്ങോട്ട് മാറ്റിയത്? ഷെയർ ക്യാപിലോട്ട് മാറ്റിയത്. വാട്ട് അബൌട്ട് ദ റെസ്റ്റ്? ബാക്കിയുള്ളതെല്ലാം നമ്മൾ ആദ്യം കോൾ ചെയ്തു, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യം നമ്മൾ ഷെയർ ക്യാപിലേക്ക് മാറ്റി കോൾ ചെയ്തു, എന്നിട്ടാണ് പൈസ റിസീവ് ചെയ്തത് അല്ലേ? അലോട്ട്മെൻറ്റ് നടത്തിയപ്പോൾ ആദ്യം അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ, പിന്നെ റിസീവ് ചെയ്തത്. ഫസ്റ്റ് കോൾ നടത്തിയപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ, പിന്നെ റിസീവ് ചെയ്തു. ഫൈനൽ കോൾ നടത്തിയപ്പോൾ ഫൈനൽ കോൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ, പിന്നെ റിസീവ് ചെയ്തത്. അപ്ലിക്കേഷൻ ആണെങ്കിലോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? റിസീവ് ചെയ്തു അല്ലേ? വൈ ദിസ് ഈസ് സോ? അപ്ലിക്കേഷൻ ആദ്യം റിസീവ് ചെയ്തിട്ടാണ് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റിയത്. അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോളും ഫൈനൽ കോളൊക്കെ ആദ്യം ഡ്യൂ ആക്കിയിട്ടാണ് റിസീവ് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ? അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തേ നമുക്ക് ഇത്ര അപ്ലിക്കേഷനാണ് വരിക എന്നുള്ളത് വല്ലതും അറിയോ? അപ്ലിക്കേഷൻ ആദ്യം ബാങ്കിൽ വരും, അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോളും ഫൈനൽ കോളും ആദ്യം ബാങ്കിൽ വരികയല്ലേ ചെയ്തത്? ആദ്യം നമ്മൾ കോൾ ചെയ്യുക ചെയ്തത്, എന്നിട്ടാണ് ബാങ്കിലോട്ട് വന്നത്. സോ എന്തുകൊണ്ടാണ് അത് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയാണ് അപ്ലിക്കേഷൻ വരിക എന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. അപ്ലിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് നമ്മൾ അലോട്ട്മെൻറ്റ് നടത്തിയത്. അലോട്ട്മെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തറിയാം? കോൾ സിനാരിയർ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ 10,000 ഷെയർമേ അലോട്ട്മെൻറ്റ് മണി 3 വരും, 10,000 ഷെയർമേ ഫസ്റ്റ് കോൾ 4 വരും, 10,000 ഷെയർമേ ഫൈനൽ കോൾ എന്ത് വരും? 1 വരും. ഇത് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് കോൾ ഫൈനൽ കോൾ ആദ്യം കോൾ ചെയ്തിട്ട് പിന്നെ റിസീവ് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ മണി നമ്മൾ എന്താ ചെയ്യുക? ആദ്യം റിസീവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ക്യാപിറ്റലോട്ട് മാറ്റും. സോ ദർ ഈസ് എ ഡിഫറൻസ് വിത്ത് റെസ്പെക്ട് ടു അപ്ലിക്കേഷൻ ആൻഡ് അതർ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്ലിക്കേഷനും അതർ ഇൻസ്റ്റാൾമെൻറ്റ്സും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്യണം. ഗോട്ട് ഇറ്റ്? കിട്ടിയോ? ക്ലിയർ ആണോ? ആ, ഇനി ഈ ഇഷ്യൂ ഒക്കെ നടത്തിയതിൻ്റെ ഓവറോൾ ഇമ്പാക്റ്റ് എന്താ? ബാക്കിലോട്ടുണ്ടോ? ഈ ഇഷ്യൂ ഒക്കെ നടത്തിയതിൻ്റെ ഓവറോൾ ഇമ്പാക്റ്റ് എന്താ? ലെറ്റ് മീ ടെൽ യു. ഷെയർ അപ്ലിക്കേഷൻ ക്രെഡിറ്റ്, ഷെയർ അപ്ലിക്കേഷൻ ഡെബിറ്റ്. ഷെയർ അപ്ലിക്കേഷനിൽ ബാലൻസ് ഉണ്ടോ? ഇല്ല. ഷെയർ ഫസ്റ്റ് കോൾ ഡെബിറ്റ്, അല്ല വേണ്ട. ഷെയർ അലോട്ട്മെൻറ്റ് ഡെബിറ്റ്, ഷെയർ അലോട്ട്മെൻറ്റ് ക്രെഡിറ്റ്, ബാലൻസ് ഉണ്ടോ? ഇല്ല. ഷെയർ ഫൈനൽ കോൾ ഡെബിറ്റ്, ഷെയർ ഫൈനൽ കോൾ ക്രെഡിറ്റ്, ബാലൻസ് ഉണ്ടോ? ഇല്ല. ഷെയർ ഫസ്റ്റ് കോൾ ഡെബിറ്റ്, ഷെയർ ഫസ്റ്റ് കോൾ ക്രെഡിറ്റ്, ബാലൻസ് ഉണ്ടോ? ഇല്ല. ബാലൻസ് ഉള്ളത് ആർക്ക് മാത്രമാണ്? ബാങ്ക്. ബാങ്കിൻ്റെ ബാലൻസ് വിൽ ബി, ഹലോ മേക്ക് എ മാർക്കിംഗ്, ബാങ്കിൻ്റെ ബാലൻസ് വിൽ ബി 20,000 പ്ലസ് 30,000 പ്ലസ് 10,000 പ്ലസ് 40,000. ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ബാങ്കിൻ്റെ ബാലൻസ് വിൽ ബി ഈക്വൽ ടു 10,000 ഇൻറ്റു 10, ദാറ്റ് ഈസ് 1 lakh. പിന്നെ ആർക്ക് മാത്രമാണ് ബാലൻസ് ഉള്ളത്? ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൻ്റെ ബാലൻസ് എത്ര? ഷെയർ ക്യാപിറ്റൽ ബാലൻസ്, കമോൺ മേക്ക് എ കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ ബാലൻസ് പറഞ്ഞാൽ 20,000, 40,000, 30,000, 10,000 അല്ലേ? അപ്പോൾ എത്ര? ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു 1 lakh. അപ്പോൾ ആഫ്റ്റർ ഷെയർ ഇഷ്യൂ ആപ്ലിക്കേഷൻ മണിക്കോ അലോട്ട്മെൻറ്റ് മണിക്കോ ഫസ്റ്റ് കോളിനോ ഫൈനൽ കോളിനോ ആർക്കും തന്നെ ബാലൻസ് ഉണ്ടാവില്ല. ഹൂ വിൽ അലോൺ ഹാസ് ദ ബാലൻസ്? ആർക്ക് മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ? എടാ ഷെയർ ക്യാപിറ്റലിനും അതുപോലെ തന്നെ ബാങ്കിനും. ബാങ്ക് ഈസ് ആൻ അസറ്റ്. അപ്പോൾ ബാങ്കിന് ഏത് ബാലൻസാണ്? ബാങ്കിന് ഏത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ ഏത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ്. ഷെയർ ക്യാപിറ്റൽ വിൽ ബി 1 lakh, ബാങ്ക് വിൽ ബി 1 lakh. ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ്. ടാലി പക്ക? റെഡി? ഇനി സംടൈംസ്, ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഏരിയ, സംടൈംസ് ദേ മേ ആസ്ക് യു പ്രിപ്പയർ ജേണൽ എൻട്രി. വാട്ട്? പ്രിപ്പയർ ജേണൽ എൻട്രി ആൻഡ് ക്യാഷ് ബുക്ക് എന്ന് പറയും. പ്രിപ്പയർ ജേണൽ എൻട്രി ആൻഡ് ക്യാഷ് ബുക്ക് ഫോർ ഷെയർ ഇഷ്യൂ. പ്രിപ്പയർ ക്യാഷ് ബുക്ക് ആൻഡ് ജേണൽ എൻട്രീസ്. പ്രിപ്പയർ ക്യാഷ് ബുക്ക് ആൻഡ് ജേണൽ എൻട്രീസ് ഫോർ ദ എബോവ് ഷെയർ ഇഷ്യൂ എന്ന് പറയും. ഇഫ് ദേ ടെൽ ലൈക്ക് ദാറ്റ്, വാട്ട് ഷുഡ് ബി ഡൺ? ജേണൽ എൻട്രിയും ക്യാഷ് ബുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? എന്താണ്? ജേണൽ എൻട്രിയും ക്യാഷ് ബുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ വാട്ട് യു ഡു? നിങ്ങൾ ക്യാഷ് ബുക്ക് വരക്കണം. ക്യാഷ് ബുക്ക് പറഞ്ഞാൽ എന്താ? ജേണല ലെഡ്ജറാ? ബോത്ത് ജേണൽ ലെഡ്ജറാ?
both journal and ledger. Cash book is used for recording or classification. Recording, classification അല്ല. Cash book is primarily journal. Recording ആണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടന്ന ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്യാഷ് ബുക്കിൽ നമ്മൾ ഏത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക? വി റെക്കോർഡ് ബോത്ത് ക്യാഷ് ആസ് വെൽ ആസ് ബാങ്ക് ട്രാൻസാക്ഷൻ. ക്യാഷ് ബുക്കിൽ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യും, അതുപോലെ തന്നെ ഏതും റെക്കോർഡ് ചെയ്യും, ബാങ്ക് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യും. ശരിയല്ലേ? ഓക്കെ, സോ വാട്ട് ഐ വാണ്ട് ടു ആസ്ക് യു ഇസ് ദാറ്റ്, ലിസൺ കെയർഫുള്ളി. ക്യാഷ് ബുക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാഷ് ബുക്കിൽ നമ്മൾ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡ് തറോലി. ക്യാഷ് ബുക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ക്യാഷ് ബുക്കും ജേണലും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ, എടാ ക്യാഷ് ബുക്കും ജേണലും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ അല്ലേ, എടാ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ അല്ലേ, അത് എവിടെ വരിക? അത് ജേണലിൽ വരില്ല. എവിടെ വരിക? ക്യാഷ് ബുക്കിൽ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ബാങ്ക് വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം, ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഇതെല്ലാം എവിടെ വരിക? ഇതിന് ജേണൽ എൻട്രി പാസ് ചെയ്യൂല. ഇതൊക്കെ എവിടെ വരിക? ക്യാഷ് ബുക്കിൽ. ക്യാഷ് ബുക്കിൽ റെസിപ്റ്റ് ആയിട്ടാണ് വരിക അതോ പേയ്മെൻ്റ് ആയിട്ടാണ് വരിക? റെസിപ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഫസ്റ്റ് എൻട്രി അപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ ടു ഷെയർ അപ്ലിക്കേഷൻ എത്ര? 20,000. ടു ഷെയർ അലോട്ട്മെൻറ്റ് 30,000. ടു ഷെയർ ഫസ്റ്റ് കോൾ 40,000. ടു ഷെയർ ഫൈനൽ കോൾ 10,000. ഇതെല്ലാം എവിടെ വരിക? റെസിപ്റ്റ് സൈഡിലാണ് വരിക. ഇതെല്ലാം എവിടെ വരിക? റെസിപ്റ്റ് സൈഡിലാണ് വരിക. മനസ്സിലാവുണ്ടോ? ഓക്കെ ആണോ? അപ്പോൾ ഇതിന് ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബിക്കോസ് ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. പിന്നെ അപ്പോൾ എത്ര എൻട്രീസാണ് പിന്നെ ഇവിടെ ഉണ്ടാവുക? ക്യാഷ് ബുക്കും ജേണലും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എത്ര എൻട്രീസ് മാത്രമേ ഉണ്ടാവുള്ളൂ? 4 എൻട്രീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ ഫുൾ എവിടെ വരും? ക്യാഷ് ബുക്കിൽ. അതായത് എക്സാമിന് വരും. ശ്രദ്ധിക്കുക, ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് എല്ലാം എവിടെ വരും? ക്യാഷ് ബുക്കിൽ. ബാക്കിയിൽ ഇനി മാത്രമേ ജേണൽ എന്ത് ചെയ്യുള്ളൂ? എഴുതുള്ളൂ. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ലിസൺ വെരി കെയർഫുള്ളി, അണ്ടർസ്റ്റാൻഡ് തറോലി. ഇഫ് ദേ ആസ്ക് യു ടു പാസ് ജേണൽ എൻട്രി, പ്രിപ്പയർ ക്യാഷ് അക്കൗണ്ട്. ജേണൽ എൻട്രി പാസ് ചെയ്യാനും ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും പറഞ്ഞാൽ എന്താ ചെയ്യുക? പറയും. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല? നേരത്തെ ക്യാഷ് ബുക്കും ജേണലല്ലേ പറഞ്ഞേ? ഇപ്പം എന്ത് പറഞ്ഞു? ക്യാഷ് അക്കൗണ്ടും, അല്ലെങ്കിൽ വേണ്ട, ബാങ്ക് അക്കൗണ്ടും ജേണലും. ബാക്കിലൊന്ന് പറഞ്ഞേ, ബാങ്ക് അക്കൗണ്ടും ജേണലും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുക? എത്ര എൻട്രി ഉണ്ടാവും ഇവിടെ? ബാങ്ക് അക്കൗണ്ടും ജേണലും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ എത്ര ജേണൽ എൻട്രി ഉണ്ടാവും? പറഞ്ഞേ. 4. എത്ര ജേണൽ എൻട്രി ഉണ്ടാവും? 8 ജേണൽ എൻട്രി ഉണ്ടാവും. പറയാൻ ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് അല്ലേ പറഞ്ഞേ? ബാങ്ക് അക്കൗണ്ട് പറഞ്ഞാൽ ജേണലാണോ? അല്ല, ക്യാഷ് ബുക്കാണ് ജേണൽ. ബാങ്ക് അക്കൗണ്ട് ഈസ് ലെഡ്ജർ. അല്ലേ, ബാങ്ക് അക്കൗണ്ട് ഈസ് ലെഡ്ജർ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും? ഫുള്ള് എൻട്രീസും എഴുതിയിട്ട് ആ ബാങ്കത്തെ മാത്രം എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? എഴുതും. അപ്പോൾ 2 മോഡിൽ വരാം. ഒന്ന് ക്യാഷ് ബുക്കും ജേണലും എഴുതാൻ പറയാം. ക്യാഷ് ബുക്കും ജേണലും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 4 എൻട്രി വരുള്ളൂ. പക്ഷേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ജേണലും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ 8 എൻട്രീസും വരും. 8 എൻട്രീസ് കൂടാതെ എന്തും വരും? ഇവിടെ എന്ത് വരും? 8 എൻട്രീസ് വരും. 8 എൻട്രീസ് കൂടാതെ ഇവിടെ എന്ത് വരും? 4 മറ്റേ പോസ്റ്റിംഗ് വരും. അപ്പോൾ എന്താണോ അവർ ചോദിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തെറ്റിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇനി ഷെയർ നമ്മൾ 2 ടൈപ്പ് ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഷെയർ മാറുന്നതിനനുസരിച്ച് ട്രാൻസാക്ഷനിൽ എന്താ മാറ്റം വരിക? പറഞ്ഞേ. ഷെയർസ് ഏതാണെന്ന് മാറുന്നതിനനുസരിച്ച് ഇവിടെ എന്താ മാറ്റം വരിക? ഷെയറുകൾ മാറുന്നതിനനുസരിച്ച് എൻട്രിയിൽ എന്താ മാറ്റം വരിക? ആൻസർ മേ കോറി. ഷെയർസ് മാറുന്നതിനനുസരിച്ച് ആൻസറിൽ എന്താണ് മാറ്റം വരിക?
വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? എന്തൊക്കെ മാറും? നമ്മൾ എൻട്രി ചെയ്ത് നമ്മളെ ആദ്യം ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അല്ലേ? അത് ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ വാട്ട് വി പാസ് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ. പ്രിഫറൻസ് ഷെയർ ആണെങ്കിലോ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ. രണ്ടാമത്തെ എൻട്രി ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ആണെങ്കിലോ പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. സോ ദാറ്റ് വിൽ ബി ദ ചേഞ്ച് ഇൻ ജേണൽ എൻട്രി. ഓക്കെ ആണോ? എടാ ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, മൂവിങ് ഓൺ. നെറ്റ് അപ്പോൾ നമ്മളിവിടെ ഷെയർ ഇഷ്യൂവിൻ്റെ